ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനേ എന്നും നോൺ വെജ് വേണ്ടുന്നവർക്ക് ഈ ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കി വെച്ചോളൂ. എനിക്ക് എൻ്റെ ഉമ്മയുടെ ബീഫും മീനും അച്ചാറില്ലെങ്കിൽ ചോറ് കഴിക്കാനേ പറ്റില്ല. കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലക്കൂട്ടുകളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലേ സ്വാദും കൂടും, ചോറും കഴിക്കാം. ഞാനുണ്ടല്ലോ ഈ അച്ചാറൊക്കെ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് പുറത്ത് വയ്ക്കും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് അകത്ത് വയ്ക്കും. അകത്തെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലാണേ. ഒരു ദിവസം കറി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ, ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് എനിക്ക് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, പുറത്തുനിന്ന് ഓർഡർ വന്നാൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ബീഫ് അച്ചാറും ഫിഷ് അച്ചാറുമാണ്. എൻ്റെ മോളുണ്ടല്ലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണേ പഠിക്കുന്നത്. അവളുണ്ടല്ലോ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ ഈ അച്ചാറിൻ്റെ കഥകളൊക്കെ അവിടെ പറയാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വിളിക്കാറുണ്ട്, അവരുടെ ഓർഡേഴ്സൊക്കെ തരാറുണ്ട്. അതെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.